കറക്റ്റ് ഞാൻ വന്ന് കയറി. എൻ്റെ ബാഗ്, എൻ്റെ ഹെൽമെറ്റ് അയ്യോ, എൻ്റെ ഹെൽമെറ്റ് പൊട്ടും. ഹെൽമെറ്റ് പൊട്ടിയ ജീവിതം പോയി. ഇത് അപ്പോൾ ഗുരുപ്രസാദ് ഒരു ഹായ് പറയൂ. ഹായ്. കഴിഞ്ഞ ഒരു 5 വർഷമായി അല്ലേ ഗുരുപ്രസാദമായിട്ടൊരു യാത്ര പോയിട്ട്. നമ്മൾ അവസാനം മേഘമല പോയതാണ്. ഞങ്ങൾ നമ്മുടെ വാഗമൺ കെസിംഗ് മൗണ്ടിൽ വെച്ചാണ് ഗുരുപ്രസാദിനെ ആദ്യമായിട്ട്. മേഘമല പോയിട്ട് 5 വർഷമായില്ല. മേഘമല പോയിട്ട് 5 വർഷമായില്ല, 3 വർഷമായിരുന്നു. അതെ. അപ്പം നമ്മൾ കെസിംഗ് മൗണ്ടിൽ വെച്ച് കണ്ടിട്ട് ഇപ്പോൾ 5 വർഷത്തോളം അല്ലേ. വാഗമൺ കെസിംഗ് മൗണ്ടിൽ വെച്ച് യാദൃശ്യമായിട്ട് കണ്ട ഒരു ജിന്നാണിത്. ആ ജിന്നിൻ്റെ കൂടെ നമ്മളിപ്പം ഒരു യാത്ര നടത്തിയിരുന്നു. മേഘമല യാത്ര എല്ലാവരും കാണുക, നമ്മുടെ ചാനലിലുണ്ട്. മേഘമല യാത്രയിൽ ഞങ്ങൾ ഒരുമിച്ചുള്ള ഒരു യാത്രയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഈ യാത്ര എന്ന് പറഞ്ഞാൽ ഇത് സത്യത്തിൽ എവിടെ പോകാമെന്ന് ഞങ്ങൾക്ക് 2 പേർക്കും അറിയോ. ഞങ്ങൾക്ക് 2 പേർക്കും അറിയത്തില്ല ഞങ്ങൾ എങ്ങോട്ടായി പോകുന്നത്. പക്ഷേ ഞങ്ങൾ പോവുക. ഇപ്പോൾ വന്ന് നിൽക്കുന്നുണ്ട് ഈ പ്രകൃതി രമണീയമായ പ്രശാന്ത സുന്ദരമായ മനോഹരമായ ഇടുക്കിയുടെ ഒരു ഗ്രാമപ്രദേശത്താണ്. ഈ കാഴ്ച കാണുമ്പം ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഞാൻ പണ്ട് ഇതുവഴി യാത്ര ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും മനസ്സിലാവും ഇത് നേരത്തെ വന്നിട്ടുള്ള വഴിയാണ്. അപ്പം ഇതിലിങ്ങനെ വന്നിട്ട് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, എൻ്റെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. കഴിഞ്ഞ വീഡിയോ എന്ന് പറയുന്നത് ചെങ്കരയായിരുന്നു. ചെങ്കര വ്യൂ പോയിൻ്റ് അതുപോലുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തത്. റോണിനാണ് ഗുരുപ്രസാദിൻ്റെ റോണിനയിലാണ് ഇന്നത്തെ യാത്ര. നമ്മുടെ ഡെവിൾ ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. ഡെവിൾ ഇന്ന് ഏതോ ഒരു വഴി സൈഡിൽ മറങ്ങിയിരിപ്പുണ്ട്. അപ്പം ആ ചെങ്കരയിലെ ബാക്കി കുറച്ച് കാഴ്ചകളുണ്ട്. ചെങ്കരയിലെ ബാക്കി കുറച്ച് കാഴ്ചകൾ കാണുക എന്നുള്ള ഒരു ചെറിയ ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പം ഞങ്ങൾ യാത്ര ആരംഭിച്ച് കഴിഞ്ഞു. ഞങ്ങൾ പോകുന്ന വഴിയുണ്ടോ മനോഹരമായ പ്രകൃതി രമണീയമായ അതിമനോഹരമായ കാഴ്ചകൾ ഒരുക്കി വെച്ചിരിക്കുന്ന സ്ഥലത്തൂടെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് ചെല്ലുന്നതിനനുസരിച്ച് ഒരുപാട് കാഴ്ചകൾ ഇന്നത്തെ ഈ യാത്രയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് എവിടേക്കാണെന്ന് ഇപ്പം ഞാൻ പറയുന്നതിൽ അർത്ഥമില്ല, കണ്ട് തന്നെ എല്ലാം മനസ്സിലാക്കുക എന്നുള്ളത്. അത്ര മനോഹരമായ നമ്മുടെ ഡെവലും അത് തന്നെയാണ്. പുറകെ ഇരിക്കുന്നവർക്ക് വലിയ കംഫർട്ടൊന്നും കിട്ടില്ല. പുറകെ ഇരിക്കുന്നവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഇവിടെ ഇരിക്കാൻ വേണ്ടി. തേയിലത്തോട്ടങ്ങൾ മനോഹരമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ലാൻഡ്സ്കേപ്പ്, തേയിലകളാൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ലാൻഡ്സ്കേപ്പ്, മനോഹരമായ മുട്ടക്കുന്ന് പോലെ നിൽക്കുന്ന തേയിലത്തോട്ടങ്ങൾ. ആ തേയിലത്തോട്ടത്തിന് ഇടയ്ക്കൂടുള്ള ഈ റൈഡ് എത്ര മനോഹരമാണെന്ന് ചിന്തിച്ച്. റോണിൻ ബൈക്ക് നല്ല സ്മൂത്തായിട്ട് ഓടിക്കുക. ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുമ്പോഴല്ലോ റോഡിന് ഒരു മനോഹരമായൊരു
അനുഭൂതിയാണ് നമുക്ക് വരുന്നത്. മനോഹരമാണ് അത് വണ്ടി ഓടിക്കാൻ. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ പില്ലിൻ സീറ്റ് ഇത് മാത്രമല്ല, റെട്രോ നിലവാരത്തിലുള്ള ചെറിയ വാഹനങ്ങളിലെല്ലാം ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. നമ്മൾ ഈ ചെറിയ വഴിയിലൂടെ ജീപ്പ് വരുമ്പോൾ ഇച്ചിരി പ്രയാസമാണെങ്കിലും താഴെയാണ് നമുക്ക് കാണുന്ന പാലം കണ്ടു. ആ പാലം 2018 മഹാപ്രളയത്തിൽ അടിച്ച് തകർന്നു പോയ, കൈവരികളെല്ലാം തകർന്നു പോയ പാലമാണിത്. പെരിയാറിൻ്റെ കുറുകെയുള്ളൊരു പാലമാണിത്. മാമലയെ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണിത്. ഈ പാലം കഴിഞ്ഞാൽ നമ്മൾ കയറി ചെല്ലുന്ന മാമല ഭാഗത്തേക്കാണ്. അവിടുന്ന് പിന്നെ നമുക്ക് എങ്ങോട്ട് വേണ്ടുമ്പോൾ ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ അതിമനോഹരമായ കാഴ്ചകൾ, റൈറ്റ് പോയി കഴിഞ്ഞാൽ അതിമനോഹരമായ കാഴ്ചകൾ, എതിലെ വേണമെങ്കിലും പോകാം. പക്ഷേ നമ്മൾ വേറൊരു ചെറിയൊരു ലക്ഷ്യമുണ്ട്. അപ്പോൾ ആ ഒരു ലക്ഷ്യം കണക്കൂട്ടി നമ്മൾ ഇവിടുന്ന് റൈറ്റ് എടുക്കുകയാണ്. മാമല ആ പാലം കയറി ഇങ്ങോട്ട് വന്നിട്ട് റൈറ്റ് എടുത്തിട്ട് നമ്മൾ നേരെ പോകുന്നത് എവിടേക്കാണ് എന്ന് നമുക്ക് പോകെ അറിയാം. സ്കിപ്പ് ചെയ്യരുത്. എല്ലാവരും വീഡിയോ യാത്രയിൽ കൂടെ വായോ, എങ്കിൽ മാത്രമേ ഈ യാത്രയുടെ പ്രധാനപ്പെട്ട കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, യാത്രയിലേക്ക് പോകാം. വായോ. കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമോ? എൻ്റെ കഴിഞ്ഞ യാത്രയുടെ വീഡിയോയിൽ നമ്മൾ ഇടുക്കി കട്ടപ്പന റൂട്ടിൽ നമ്മൾ നേരെ മേരികുളത്തുനിന്ന് റൈറ്റ് എടുത്തിട്ടാണ് നമ്മൾ കയറി ഒരു ഇടവഴിയിലൂടെ അത്ര നല്ല വഴിയൊന്നുമല്ല. അത് കയറ്റവും ഭയങ്കരമായ കയറ്റവും പിൻവളമൊക്കെ കടന്നിട്ട് നമ്മൾ എത്തിയ ഒരു സ്ഥലത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. ആ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാൻ പറ്റും. നമ്മൾ എത്തിയ സ്ഥലം അന്ന് നമ്മൾ വന്നതെന്ന് പറഞ്ഞാൽ പുല്ലുമേട് വഴി ചെങ്കര എന്ന് പറയുന്ന സ്ഥലത്തേക്ക്, ആനക്കുളം വഴി. അതായത് പുല്ലുമേട് വന്നിട്ട് അവിടുന്ന് നമ്മൾ റൈറ്റ് എടുത്തിട്ട് ചെങ്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ് വന്നത്. ചെങ്കരയ്ക്ക് തൊട്ട് മുമ്പ് നമ്മൾ കുറേ നേരമൊക്കെ വീഡിയോ നിർത്തി ആ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മൾ നിന്നപ്പോൾ അതിനക്കരെ കൂടെ ഒരു വഴി ഇങ്ങനെ ഞാൻ അന്ന് കണ്ടിരുന്നു. അപ്പോൾ ആ വഴി എങ്ങോട്ട് ചെന്ന് ചേരും, എതിലേ വന്നാൽ ആ വഴി വരാൻ പറ്റുമെന്നൊക്കെ അന്ന് നമ്മൾ പഠിച്ചിരുന്നു. അങ്ങനെയാണ് നമ്മൾ ചപ്പാത്ത് പാലത്തിൻ്റെ തൊട്ടടുത്തുള്ള ആദ്യത്തെ റൈറ്റ് കയറിയാൽ നമുക്ക് മ്ലാമന വഴി മൂങ്ങലാറ് മ്ലാവന അതുപോലുള്ള സ്ഥലത്തുകൂടെ നമുക്ക് ഈ ചെങ്കര എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ കഴിയും. അതായത് പെരിയാറിൻ്റെ പെരിയാറിൻ്റെ ഒരു സൈഡിലൂടെയാണ് നമ്മൾ ആ യാത്ര ചെയ്യുന്നത്. കുറേയേറെ നമുക്ക് അതിലെ യാത്ര ചെയ്യാനുണ്ട്.
അപ്പം വഴിയൊക്കെ അത്യാവശ്യം മോശമായ റോഡാണ് അവിടെ ഉള്ളതെല്ലാം. ഓഫ് റോഡിന് തുല്യമായിട്ടുള്ള റോഡാണ് പല സ്ഥലത്തും ഉള്ളത്, വീതിയില്ലാത്ത റോഡാണ് ഉള്ളത്. അപ്പോൾ അതിലെ വരുമ്പോൾ മാത്രമേ അത്, പക്ഷേ ഒരു മനോഹരമായൊരു അനുഭവം നമുക്കതിൽ കിട്ടും. നല്ല യാത്രയാണ്. റോഡിൻ്റെ മോശമൊക്കെ ഉണ്ടെങ്കിലും മനോഹരമായ കാഴ്ചകൾ, മനോഹരമായ അനുഭവം നമുക്ക് ആ വഴിയെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമുക്കതൊരു വലിയ പ്രയാസമായി തോന്നിയില്ല. അപ്പോൾ അന്ന് നമ്മൾ തീരുമാനിച്ചതിന് പ്രകാരമാണ് ഇന്ന് നമ്മൾ ഈ വഴി വന്നത്. ഇടുക്കിയിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇടുക്കിയിൽ നമ്മൾ മെയിൻ റോഡ് പിടിച്ച് ഏതെങ്കിലും ഒരു വ്യൂ പോയിൻ്റ് അല്ലെങ്കിൽ പ്രശസ്തമായ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോയി ആ കാഴ്ചകൾ കാണുമ്പോൾ അത് മനോഹരമാണ്, കൊള്ളാം. പക്ഷേ നമുക്ക് ഇടുക്കിയിൽ കാഴ്ചകൾ കാണാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ കാണുന്ന ചില ഇടറോഡുകൾ നോട്ട് ചെയ്ത് വെക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ട് അടുത്ത യാത്ര അവിടേക്കാക്കുന്ന ഒരു പതിവ് രീതി എനിക്കുണ്ട്. അങ്ങനെ വന്ന പല യാത്രകളിലും നമ്മളങ്ങനെ ഒരുപാട് മനോഹരമായ സ്ഥലങ്ങൾ കണ്ടെത്തുകയുണ്ടായിട്ടുണ്ട്. അങ്ങനെ കിട്ടിയ ഒരു വഴിയാണിത്. ആ വഴി എത്ര മനോഹരമാണ് എന്ന് നിങ്ങൾ കാണുക. ഇതിൻ്റെ ഈ അക്കരെ എന്ന് കണ്ടപ്പോൾ ഈ റോഡാണ് ഞാൻ അന്ന് കണ്ടത്. അപ്പോൾ ഈ റോഡ് ഇപ്പം നമ്മൾ ചെന്ന് കയറുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ട ആ സ്ഥലത്തേക്കാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആ തേയില പുരയുടെ അപ്പുറത്താണ് നമ്മൾ കുറേ നേരം വണ്ടി നിർത്തി കാഴ്ചകളൊക്കെ കണ്ടത്. ഇന്ന് ഗുരുപ്രസാദൻ അവിടുത്തെ കാഴ്ചകൾ കാണുന്നതിനും ഫോട്ടോ എടുക്കുന്നതിനും വേണ്ടി നമ്മൾ അവിടേക്ക് പോകുന്നുണ്ട്. പക്ഷേ അത് വീഡിയോയിൽ കാണുകയെന്നില്ല. അപ്പോൾ നമ്മളിവിടെ നേരെ പോവുകയാണ്. നേരെ പോയിട്ട് നമ്മളിന്ന് പോകാൻ ഉദ്ദേശിക്കുന്നത്, കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് പോകാൻ പറ്റാതിരുന്ന ഒരു സ്ഥലത്തേക്കാണ്. ആ സ്ഥലം ഏതാണ് നമുക്ക് അങ്ങോട്ട് പോകാൻ പറയാം. എന്തായാലും ചെങ്കര ടൗണിൻ്റെ കാഴ്ചകൾ കണ്ടിട്ട് അവിടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആ കാഴ്ചകൾ എത്രമാത്രം മനോഹരമായിരിക്കുമെന്ന് നമുക്ക് നോക്കാം. എന്തായാലും കഴിഞ്ഞ യാത്രയിൽ ആ വഴി പോകണം, അവിടുത്തെ കാഴ്ചകൾ കാണണം എന്നൊക്കെ വിചാരിച്ചെങ്കിലും നമുക്ക് സാധിച്ചില്ല, സമയക്കുറവുള്ളതുകൊണ്ട്. പിന്നെ ചെങ്കര വ്യൂ പോയിൻ്റ് കണ്ടപ്പോൾ തന്നെ നമ്മുടെ ഏകദേശം നമുക്ക് ഭയങ്കര ഒരു അവശതയായി കഴിഞ്ഞായിരുന്നു. കാരണം നമ്മൾ കുറേ നടന്നൊക്കെ കയറി നമ്മൾ ഒരുപാട് അവശനായിപ്പോയി. ഊർജ്ജമെല്ലാം നഷ്ടപ്പെട്ട് എങ്ങനെയും തിരിച്ച് എത്തുക എന്നൊരു ലക്ഷ്യത്തിലാണ് നമ്മൾ അന്ന് വണ്ടിപ്പെരിയാറിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് നമ്മൾ പോയത്. ഈ പാലത്തിൻ്റെ അപ്പുറത്ത് നിന്നിട്ട് ഞാൻ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്താണ്, ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ടവർക്കൊക്കെ മനസ്സിലാവും, കാണാത്തവരൊക്കെ വീഡിയോ പോയി കാണുക. അന്ന് നമ്മൾ ക്യാമറ ഫ്രണ്ടിലേക്ക് മാത്രമേ ഉള്ളായിരുന്നു. ഇന്നിപ്പോൾ ക്യാമറ ഞാൻ കയ്യിൽ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് പ്രകൃതി ഭംഗി മൊത്തത്തിൽ ഒപ്പിയെടുക്കാൻ കഴിയുന്നുണ്ട്. അന്ന് ക്യാമറ ഫ്രണ്ടിലേക്കാകുമ്പോൾ നമുക്ക് ഫ്രണ്ടിലെ വ്യൂ മാത്രമാണ് കിട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക്, പക്ഷേ അതത്ര സ്മൂത്ത് അല്ലായിരുന്നു. ഇന്നിപ്പം നമ്മൾ ഇരു സൈഡിലെയും പ്രകൃതി ഭംഗി അത്രയും നമ്മൾ ഒപ്പിയെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ഈ യാത്രയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ചെങ്കര ടൗൺ കഴിഞ്ഞു. ചെങ്കര ടൗൺ വിശാലമായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ 2 പ്രാവശ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ചെങ്കര ടൗൺ ഒഴിവാക്കിയത്. അപ്പോൾ ചെങ്കര ടൗണിൻ്റെ ആ ഒരു കച്ചവട സ്ഥാപനങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇനി നമ്മൾ പോകുന്നത് ഏതാണെന്നറിയോ, പ്രശസ്തമായ, എന്നാൽ ഈ പേര് വളരെ പ്രശസ്തമാണ്. മലയാള സിനിമയിൽ പാട്ടുകൊണ്ടൊക്കെ പ്രശസ്തമായ ഒരു സ്ഥലമാണിത്. പക്ഷേ ഇതിന് അത്ര പ്രശസ്തി വരാനുള്ള കാരണം എന്താണെന്ന് ആർക്കും അറിയില്ല. പക്ഷേ നമ്മൾ കേട്ടിട്ടുണ്ടാവും, വെള്ളാരം വീഴാമ്പൽ മഴ പെയ്യും, അങ്ങനെ കണ്ടൊരു വരിയുള്ളൊരു പാട്ടുണ്ടല്ലോ. അതായത് ആ പാട്ടിൽ പറയുന്ന വെള്ളാരം കുന്ന് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്.
അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ പേര് പറഞ്ഞിട്ടുണ്ട്, വെള്ളാരംകുന്നിൽ പോകണം എന്നുള്ള പേര് കഴിഞ്ഞ യാത്രയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പോകാൻ പറ്റാതിരുന്നത് കൊണ്ടാണ് ഇന്ന് ആ സ്ഥലം തിരഞ്ഞെടുത്തത്. ഈ സ്ഥലത്തേക്ക് ഇന്ന് പോകാൻ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. വെള്ളാരംകുന്ന് കാണുക എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ ഗുരുപ്രസാദിൻ്റെ ഒരു റിലേറ്റീവ് അവിടെ താമസിക്കുന്നുണ്ട്. അവിടെ ഉണ്ടായ ഒരു മരണവുമായി ബന്ധപ്പെട്ട് ഗുരുപ്രസാദ് അവരെ പോയി കാണുക എന്നൊരു ലക്ഷ്യം കൂടെ ഈ യാത്രയിൽ ഉണ്ട്. അത് ഗുരുപ്രസാദിൻ്റെ ഒരു കാര്യം എന്നതുകൂടിയാണ്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചതും വെള്ളാരംകുന്നിലേക്ക് പോകുക എന്നുള്ളതാണ്. അപ്പം ഗുരുപ്രസാദ് ഇങ്ങനൊരു സാധ്യത, ഇങ്ങനൊരു കാര്യം ഉള്ളത് കൊണ്ട് അത് ഒറ്റ യാത്രയിൽ തീരുക എന്നൊരു ലക്ഷ്യം കൂടി ഉണ്ട് ഇന്നത്തെ യാത്രയിൽ. അപ്പോൾ എന്തായാലും ഈ വെള്ളാരംകുന്നിലേക്കുള്ള യാത്ര അതിമനോഹരമാണ്. യൂക്കാലികൾ നിറഞ്ഞു ഇരു സൈഡിൽ, ഒരു റോഡിൻ്റെ ഒരു സൈഡിൽ പൂർണ്ണമായിട്ടും യൂക്കാലി മരങ്ങളാണ് വളർന്നു നിൽക്കുന്നത്. പിന്നെ അതിൻ്റെ താഴെ അക്കരെയൊക്കെ ആയിട്ട് റോഡിൻ്റെ മുകൾ ഭാഗത്തിലൊക്കെ ആണെങ്കിൽ തേയിലത്തോട്ടം ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്ന തേയിലത്തോട്ടമാണ്. ഈ വെള്ളാരംകുന്നിലേക്കുള്ള യാത്ര തുടങ്ങിയപ്പോൾ തന്നെ പ്രകൃതി എത്ര മനോഹരമാണ്. യൂക്കാലി മരങ്ങൾ നൽകുന്ന ആ യൂക്കാലിയുടെ മണം പ്രകൃതിയിലെല്ലാം ലയിച്ച് നിൽക്കുകയാണ്. ഇവിടുത്തെ റോഡ് അത്യാവശ്യം കുഴപ്പമില്ല, ചില സ്ഥലങ്ങൾ വളരെ മോശമാണെന്ന് തോന്നുന്നു. അങ്ങോട്ട് ചെല്ലുമ്പോൾ പറഞ്ഞിട്ടുണ്ട് പുതിയ ടാറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെള്ളാരംകുന്ന് ഒരു ഗ്രാമപ്രദേശമാണ്, ഇടുക്കിയിലെ തന്നെ ഒരു ഗ്രാമപ്രദേശമാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് എങ്ങനെയാണെന്നറിയില്ല. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇതിനു മുമ്പ്, ഇപ്പം നമ്മളിങ്ങോട്ട് വരുന്നതിന് മുമ്പ് കഴിഞ്ഞ വീഡിയോയിൽ വന്ന സ്ഥലത്ത് ഗുരുപ്രസാദിന് വേണ്ടി ഫോട്ടോ എടുക്കാൻ പോയി നിന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ നിന്നപ്പോൾ ചെങ്കര ടൗണിൻ്റെ മലമുകളിൽ നിന്നും ഒരു തമിഴ് ഭക്തിഗാനം അമ്പലത്തിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വരുന്നുണ്ടായിരുന്നു. ആ തമിഴ് ഭക്തിഗാനം നമുക്ക് കിട്ടിയ ആ ഒരു സംഭവം എന്ന് പറയുന്നത് ഒരു ഉൾനാടൻ തമിഴ് ഗ്രാമത്തിൽ എത്തിയ ഒരു ഫീലിംഗ് ആണ് നമുക്കുണ്ടായത്. തമിഴ് ഭക്തിഗാനമാണെങ്കിൽ പോലും വളരെ മനോഹരമാണ്, രസമുണ്ടായിരുന്നു കേൾക്കാൻ വേണ്ടി. അപ്പോൾ ആ പാട്ടിനകത്ത് ചൂട് വയ്ക്കാൻ സാധിച്ചു. ആ ഡാൻസിൻ്റെ കുറച്ച് ഭാഗമാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കുറച്ച് ഭാഗം ഗുരുപ്രസാദ് റെക്കോർഡ് ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നിയ ഒരു സ്റ്റെപ്പുകളൊക്കെയാണ് അവിടെ വെച്ചത്. അപ്പം നമുക്ക് നല്ല ഡാൻസ് കളിക്കാൻ, അല്ലെങ്കിൽ ചെറുതായിട്ടൊക്കെ സ്റ്റെപ്പ് വെക്കാൻ, ഉത്സവപ്പറമ്പിൽ ഗാനമേളയ്ക്ക് ഡാൻസ് കളിക്കാനും, ഇതുപോലുള്ള വിജനമായ പ്രദേശങ്ങളിൽ ആരും ഇല്ലാത്ത സ്ഥലത്ത് പാട്ട് കേട്ട് കഴിഞ്ഞാൽ രണ്ട് ചുവട് വയ്ക്കാനും ഒക്കെ നമുക്ക് ഒരു ഡാൻസറും ആവേണ്ട കാര്യമില്ല, ഒരു ചാന്തുകൂട്ടാവേണ്ട കാര്യമില്ല. അപ്പം നമുക്ക് ആ ഒരു തോന്നൽ വന്നു. അങ്ങനെയാണ് ചെയ്തത്. ആദ്യം കാണിച്ചിരിക്കുന്ന വീഡിയോ അതാണ് കേട്ടോ, ആരും തെറ്റിദ്ധരിക്കരുത്. കോമാളിത്തരമൊന്നുമല്ല, മനസ്സിന് തോന്നിയ ഒരു സന്തോഷം അങ്ങ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഇതാ കണ്ടോ, നമ്മൾ ആ പോകുന്ന വഴിയിലെ ആ മനോഹരമായ ദൃശ്യങ്ങളുണ്ട്. തേയിലത്തോട്ടങ്ങളൊക്കെ എത്ര മനോഹരമായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നത്. പിന്നെ ഇടുക്കി വരുമ്പോൾ പിന്നെ തേയിലത്തോട്ടമല്ല വേറെ എന്താണുള്ളത് അല്ലേ? അത് കാണുക, ആസ്വദിക്കുക, അതിൻ്റെ ഭംഗി ആസ്വദിക്കുക, തണുപ്പ് ആസ്വദിക്കുക, കാറ്റ് ആസ്വദിക്കുക, വ്യൂ പോയിൻറ്റുകൾ ആസ്വദിക്കുക. ഇതൊക്കെയാണ് ഇടുക്കി വരുമ്പോൾ ഉള്ളത്. പിന്നെ ഇതുപോലുള്ള ഉൾനാടൻ പ്രദേശങ്ങളിലേക്ക് വരുമ്പോൾ തമിഴ് ഗ്രാമീണരെ കാണുക. അവരുടെ ഒരു എന്താ പറയുക, ഒരു ആചാരം, അല്ലെങ്കിൽ തമിഴ് ഗ്രാമീണരുടെ ഒരു ജീവിത ശൈലിയിലേക്കാണ് നമ്മൾ ഈ ഇവിടങ്ങളിലേക്കൊക്കെ എത്തുമ്പോൾ ചെയ്യുന്നത്. ഇവിടുന്ന് കുമിളിക്ക് ഏകദേശം 10-20 കിലോമീറ്റർ അടുത്തേ ഉള്ളൂ എന്നതുകൊണ്ട് അറിയാമല്ലോ, തമിഴ്നാടുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു സ്ഥലമാണിത്. അപ്പം കണ്ടോ, റോഡിൻ്റെ ആ ഒരു സ്ഥിതി വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. നോക്കാം എത്രമാത്രം ദൂരോട്ട് പോകേണ്ടതായിട്ടുണ്ട്.
ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഏറ്റവും അവസാനം വെള്ളാരംകുന്ന് എന്ന് പറയുന്ന മനോഹരമായ ഗ്രാമപ്രദേശം. വെള്ളാരംകുന്നിൻ്റെ പ്രത്യേകത കഴിഞ്ഞ യാത്രയിൽ എന്നോട് ഒന്നുകൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് മലയുടെ ഇടയിൽ താഴ്വാരത്തായിട്ട് ചെറിയ ഗ്രാമപ്രദേശമാണ്, ചെറിയ ടൗണിലാണ് വെള്ളാരംകുന്ന് എന്ന് പറയുന്നത്. അത് കറക്റ്റ് അങ്ങനെ വന്നപ്പോൾ വെള്ളാരംകുന്ന് അങ്ങനെ ഒരു സ്ഥലമാണ്. വെള്ളാരംകുന്ന് വന്നപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ അപ്പോൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ചായ കുടിക്കുന്ന വെള്ളാരംകുന്നിൽ എന്തുണ്ട് കാണാം. വെള്ളാരംകുന്നിൽ കാര്യമായിട്ടൊന്നും കാണാനില്ല. വെള്ളാരംകുന്നിന് ഒരു കുരിശുമലയുണ്ട്, പക്ഷേ അവിടേക്ക് നമുക്ക് കടന്നെത്താൻ വളരെ ദുർഘടമായ ഒരു വഴിയാണ് ഈ വെള്ളാരംകുന്നിൽ നിന്നുള്ളത്. കുറച്ച് മുന്നോട്ട് പോയി ഇട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വേറൊരു വഴിയുണ്ട്, അവിടേക്ക് വാഹനം കയറി പോകുന്നൊരു വഴി. എന്തായാലും ഇന്നത് നമ്മൾ ട്രൈ ചെയ്യുന്നില്ല. അപ്പം വെള്ളാരംകുന്ന് ടൗണിൽ അല്ലെങ്കിൽ വെള്ളാരംകുന്ന് എന്ന പ്രദേശത്തിന് പ്രത്യേകിച്ച് കാഴ്ചകളൊന്നുമില്ല. ഇവിടെ ഒരു വലിയ ഒരു പള്ളിയുണ്ട്, അതുപോലെ തന്നെ സ്കൂളുണ്ട്, പിന്നെ കുറേ വ്യാപാര സമുച്ചയങ്ങളും വ്യാപാര കടകളൊക്കെ ഉണ്ട്, പിന്നെ ഒരു എന്താ പറയുന്നത് കാടുമം തോട്ടമുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഗ്രാമീണ കൃഷിയിടങ്ങളാണ് ഈ വെള്ളാരംകുന്നിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത്. ഈ വഴി നേരെ പോയി കഴിഞ്ഞാൽ കട്ടപ്പനയെത്തും, ഈ വഴി താഴോട്ട് നേരെ പോയി കഴിഞ്ഞാൽ കുമളിയിലെത്തും, ഇത് മേളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കട്ടപ്പന എത്താം. അങ്ങനെയൊക്കെയുള്ള ഒരു റൂട്ടാണ് ഈ കാണുന്നത്. വെള്ളാരംകുന്ന് എന്ന് പറയുന്ന ഗ്രാമത്തിൻ്റെ നിഷ്കളങ്കതയും അതിൻ്റെ മനോഹാരിതയും നമ്മൾ ആവോളം നുകരുക എന്ന് തീരുമാനിച്ചു. ഞങ്ങൾ ഇവിടെ വന്ന് ഈ ടൗണിൻ്റെ ഈ ഹൃദയഭാഗത്ത് കുറേയേറെ നേരം കുത്തിയിരുന്നു, ഒരു കലുങ്കയിലൊക്കെ ആയിട്ട് കുറേയേറെ നേരം ഇരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ആ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് വെള്ളാരംകുന്ന് എന്ന പ്രശസ്തമായ ഈ സ്ഥലം കണ്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഗുരുപ്രസാദിൻ്റെ റിലേറ്റീവിനെ കാണാനായിട്ട് പോയി. അവരെ കണ്ടു വിശദമായിട്ട് കുറേയേറെ സംസാരിച്ചു. കാപ്പിയൊക്കെ തന്നു, കാപ്പിയൊക്കെ കുടിച്ച് ഇവരൊക്കെയാണത്. ഗുരുപ്രസാദിനെ ഇവരെല്ലാം പരിചയപ്പെട്ടു, വീട്ടുകാരെല്ലാം പരിചയപ്പെട്ടു. ഇപ്പം ഊഷ്മളമായ സ്നേഹവും സ്വാഗതവുമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. എന്തായാലും അതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് യാത്ര ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം 5 മണിയോട് അടുക്കുന്നു. ഇനിയും ഇവിടുന്ന് നമ്മൾ എത്രമാത്രം ആഞ്ഞു ഓടിയാലായിരിക്കാം നമുക്ക് ഒരു 9 മണിയോടുകൂടി വീടണയാൻ കഴിയുന്നത് എന്ന് കണ്ടറിയണം. അപ്പോൾ എന്തായാലും വീഡിയോ ഇതുവരെ കണ്ട് കൂടെ സപ്പോർട്ട് ചെയ്തവർക്കെല്ലാം ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. പിന്നെ ഇനി അങ്ങോട്ടുള്ളത് നമ്മൾ പോകുന്ന വഴിയുടെ ഇടയ്ക്കിടയ്ക്കുള്ള ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ കാണിച്ച് നമ്മളങ്ങ് പോകും. അപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോ. അപ്പം തുടർ വീഡിയോകളെല്ലാം വരുമ്പോൾ പൂർണ്ണമായ സപ്പോർട്ട് ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. ഓക്കെ, കൂടണം കേട്ടോ. ഓക്കെ, ബൈ, സീ യു.